നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആർക്കൊന്നും പറയാനില്ലേ? എന്റെ മോൾ എവിടെയെന്ന് പറ. മാള് ഈ വീട്ടിൽ നിന്ന് എവിടെ പോവാനാ? ഇവിടെ എങ്ങാനും ഉണ്ടാവും. ബാബു ഇവിടെ എന്തെടുക്കായിരുന്നു? കുഞ്ഞിവിടുന്ന് പുറത്തു പോയതാണെങ്കിൽ അത് താൻ കണ്ടില്ലേ? സാർ, എന്റെ ശ്രദ്ധ മുഴുവനും ഗേറ്റിലുണ്ടായിരുന്നു സാർ. മോള് പുറത്തു പോകുന്നത് ഞാൻ കണ്ടില്ല. സീമേ, നീ വീട്ടിൽ എല്ലാ ഭാഗത്തും വിശദമായി നോക്കിയോ? എല്ലായിടത്തും നോക്കി മേഡം, മോളെ എവിടെയും കണ്ടില്ല. മാളു മറ്റുള്ളവരെ പറ്റിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒളിച്ചിരിക്കാറുണ്ട്. അത് ശരിയാ, മാളു ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. അവള് നമ്മളെ വിഷമിപ്പിക്കാൻ എവിടെ ഒളിച്ചിരിക്കായിരിക്കും. നമുക്ക് അവളെ കണ്ടുപിടിക്കാൻ മോനെ. എന്നാ ചെല്ല്. എന്റെ മോളെ എവിടെയോ ഒളിച്ചിരിക്കുന്നെന്ന് നിങ്ങൾ കണ്ടെത്ത്. എനിക്ക് എന്റെ മോളെ കാണണം. അവളെ എന്റെ മുന്നിൽ കൊണ്ടുവാ. നമുക്കെല്ലാവർക്കും കൂടി ഈ വീടിനകം ഒന്ന് അരിച്ചു പറക്കാം. കുട്ടി ഒളിച്ചിരിക്കുകയാണെങ്കിൽ കണ്ടെത്താലോ. അതിനുവേണ്ടി ആരും സമയം കളയണ്ട. മാളു ഈ വീട്ടിലില്ല. അവളെ ഈ വീട് വിട്ടു പോയി. നിനക്ക് എങ്ങനെ അറിയാം എന്റെ മോൾ ഈ വീട് വിട്ടുപോയെന്ന്? നിനക്ക് എങ്ങനെ അറിയാം? സത്യം പറയടാ. എന്റെ മോൾ ഈ വീട് വിട്ടുപോയെന്ന് നിനക്ക് എങ്ങനെ അറിയാം? പറയാൻ. എടാ, നീ കണ്ടോ മാളു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്? നീ കണ്ടോന്ന്? ഞാൻ കണ്ടില്ല, പക്ഷെ മാളു എന്നോട് പറഞ്ഞായിരുന്നു അവളുടെ അമ്മയെ കൊന്ന ആളിനൊപ്പം ഈ വീട്ടിൽ അവള് ജീവിച്ചു മടുത്തു. ഈ വീട്ടിൽ താമസിക്കാൻ ഇഷ്ടമല്ലെന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മാളു പറഞ്ഞതുകൊണ്ടാ അവൾ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയെന്ന് ഞാൻ പറഞ്ഞത്. വേറൊന്നും എനിക്കറിയില്ല. എന്റെ ദൈവമേ, ഈ കുഞ്ഞെന്തിനാ ഈ വീട് വിട്ടു പോയത്? അവളെ ഞാനും എന്റെ മോളും പൊന്നു പോലല്ലേ നോക്കിയിരുന്നേ. കൊച്ചു കുഞ്ഞല്ലേ. മാളു തനിച്ചു പുറത്തുപോയ സ്ഥിതിക്ക് ആരെങ്കിലും തട്ടിക്കൊണ്ടു പോവില്ലെന്ന് എന്താ ഉറപ്പ്? അയ്യോ, വല്ല ഭിക്ഷക്കാരും പിടിച്ചോണ്ട് പോയ കണ്ണുകുത്തി പൊട്ടിക്കും. എന്റെ നാത്തൂനെ എനിക്ക് ഓർക്കാനേ വയ്യ. മഹി, ഞാനിത് പറഞ്ഞത്. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ മോൾ ഈ വീട് വിട്ട് പോയതാണെങ്കിൽ അവളെ കൊണ്ടേ ഞാൻ വരൂ. അതെ, വാ പൊളിച്ച് നോക്കി നിൽക്കാതെ ചേട്ടനും കൂടി പോ. ചെല്ലേ. മഹി, പോകല്ലേ, ഞാനും വരുന്നുണ്ട്. ആന്റി, മാളു ചെറിയ കുട്ടിയല്ലേ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച എന്ത് ചെയ്യും? മാളൂന് എന്തെങ്കിലും സംഭവിച്ച നിന്റെ കാര്യം പോക്കാം. നിന്റെ കല്യാണം ഗോവിന്ദ. കേസ് തോറ്റെന്ന് കരുതി നിരാശപ്പെടേണ്ട ഗോകുലെ. ഇതിന്റെ മുകളിലേക്കും കോടതി ഉണ്ടല്ലോ. ഈ വിധിക്കെതിരെ അപ്പീൽ കൊടുക്കണം. നിന്റെ പെങ്ങളെ തട്ടിയവനെ വെറുതെ വിടരുത്. എടാ, ഈ കേസിൽ അപ്പീൽ പോയാലും വിധി മഹിക്ക് അനുകൂലമാകുന്ന വക്കീൽ പറയുന്നത്. ശക്തമായ തെളിവുകളുടെ അഭാവമാണ് ഈ വിധി മഹിക്ക് അനുകൂലമായത്. എന്നാലും ആ മഹിയെ വെറുതെ വിടരുത്. ഈ കേസിൽ നിന്ന് അയാൾ ഊരിപ്പോയെങ്കിലും മറ്റൊരു കേസിൽ കൊടുക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.